ആലപ്പുഴ ചേർത്തലയിലെ സ്ത്രീകളുടെ തിരോധാന കേസിൽ പ്രതി സെബാസ്റ്റ്യന്റെ പള്ളിപ്പുറത്തെ വീട്ടിൽ വീണ്ടും പരിശോധന നടത്തി. ഗ്രൗണ്ട് പെനിട്രേറ്റിംഗ് റഡാർ ഉപയോഗിച്ചുള്ള ക്രൈംബ്രാഞ്ചിന്റെ പരിശോധനയാണ് ആരംഭിച്ചിരിക്കുന്നത്. അമീഷ പ്രദീപ് വിവരങ്ങൾ നൽകുന്നു. ഇങ്ങനെ ഗ്രൗണ്ട് പെനിട്രേറ്റിംഗ് റഡാർ ഉപയോഗിച്ച് പരിശോധിക്കുന്നതിൻ്റെ ഒരു സാങ്കേതിക വിശദാംശങ്ങൾ എന്തൊക്കെയാണ്? എന്തായിരിക്കും അത്തരത്തിലുള്ളൊരു പരിശോധനയിലൂടെ ലഭ്യമാവാൻ സാധ്യതയുള്ള വിവരങ്ങൾ? എന്താണ് ഈ ഗ്രൗണ്ട് പെനിട്രേറ്റിംഗ് റഡാർ? അമീഷ പ്രദീപ്. ബനേഷ്, നിലവിൽ പ്രതിയായിട്ടുള്ള സെബാസ്റ്റ്യൻ്റെ പള്ളിപ്പുറത്തെ വീട്ടിൽ റഡാർ ഉപയോഗിച്ചുള്ള പരിശോധനയാണ് പുരോഗമിക്കുന്നത്. ഈ റഡാർ ഉപയോഗിച്ച് പരിശോധന നടത്തുമ്പോൾ ഏതെങ്കിലും തരത്തിലുള്ള സിഗ്നലുകൾ ഉണ്ടാകുമ്പോൾ ആ ഒരു സിഗ്നൽ ലഭിക്കുന്ന സ്ഥലത്ത് മണ്ണുമാന്തി യന്ത്രം ഉപയോഗിച്ച് കുഴിച്ചുള്ള പരിശോധനയാണ് റഡാർ പരിശോധന വഴി നടത്തുന്നത്. ഇത്തരത്തിൽ സിഗ്നൽ ലഭിക്കുകയാണെങ്കിൽ അവിടെ എന്തെങ്കിലും തരത്തിലുള്ള കാര്യങ്ങൾ കുഴിച്ചിട്ടിട്ടുണ്ടോ എന്നുള്ള കാര്യങ്ങളെല്ലാം, ഈ മണ്ണിനടിയിൽ എന്തെങ്കിലും തരത്തിലുള്ള കാര്യങ്ങളുണ്ടോ എന്നുള്ളതെല്ലാം വ്യക്തമാകുന്നുണ്ട്. അങ്ങനെയാണ് ഈ സിഗ്നൽ ലഭിക്കുന്നതിന് ശേഷം ഇവിടെ ഒരു മണ്ണുമാന്ത്രി യന്ത്രം ഉപയോഗിച്ച് കുഴിയുണ്ടാക്കി അവിടെ പരിശോധന നടത്തുന്നത്. നിലവിൽ ഈ ഒരു വീട്ടുവളപ്പിൽ ഇത്തരത്തിലുള്ള പരിശോധന പുരോഗമിച്ചുകൊണ്ടിരിക്കുകയാണ്. വീടിനകത്തുള്ള, അതായത് പ്രതിയുടെ വീടിനകത്തുള്ള പരിശോധനയ്ക്ക് ശേഷമാണ് ഇപ്പോൾ പ്രതിയുടെ വീട് പരിസരത്ത്, വീടിൻ്റെ പരിസരത്ത് പുറത്തായി ഇതുപോലുള്ള റഡാർ പരിശോധന നടത്തുന്നത്. ക്രൈംബ്രാഞ്ചിൻ്റെ നേതൃത്വത്തിലാണ് ഇത്തരത്തിൽ പരിശോധന പുരോഗമിക്കുന്നത്. മാത്രമല്ല, സെബാസ്റ്റ്യൻ്റെ സുഹൃത്തായ റോസമ്മയുടെ വീട്ടിലും അന്വേഷണ സംഘത്തിൻ്റെ ഒരു പരിശോധന ഉണ്ടായിരുന്നു. റോസമ്മയുടെ വീട്ടിലും പരിശോധന നടത്തുകയുണ്ടായി. വീട്ടിലും വീടിൻ്റെ പരിസരങ്ങളിലെല്ലാം തന്നെ ഇത്തരത്തിലൊരു പരിശോധന നടക്കുകയുണ്ടായി. മാത്രമല്ല, ഈ ഒരു സുഹൃത്ത് റോസമ്മയുടെ വീടിനോട് ചേർന്നൊരു കോഴി ഫാമും ഉണ്ട്. അതിൽ ആ കോഴി ഫാമിലെല്ലാം തന്നെ ഇത്തരത്തിലൊരു പരിശോധന, ഈ അന്വേഷണ സംഘത്തിൻ്റെ ഒരു പരിശോധന നടന്നു വരുന്നുണ്ട്. റോസമ്മയെ വിശദമായി ചോദ്യം ചെയ്യാനെല്ലാം തന്നെ അന്വേഷണ സംഘം ഒരുങ്ങുന്നുണ്ട്. എന്നാൽ ഈ ഒരു തിരോധാന കേസിൽ ജൈനമ്മ എന്ന് പറയുന്ന ഈ ഒരു സ്ത്രീയെ കാണാതാവുന്നത് 2024 ഡിസംബർ 23 കാണാതാവുന്നത്. ഇതിനെ തുടർന്നാണ് പ്രതിയെന്ന് സംശയിക്കുന്നത്. അതായത് ഈ ഒരു സെബാസ്റ്റ്യൻ്റെ വീട്ടിലേക്ക് ഇത്തരത്തിൽ പരിശോധനയായി അന്വേഷണ സംഘത്തിന് ഒരു സംശയം ഉണ്ടായതിനെ തുടർന്ന് പരിശോധനയായി ഈ സെബാസ്റ്റ്യൻ്റെ വീട്ടിലെത്തുകയും അവിടെ നടന്ന പരിശോധനയിൽ മൃതദേഹാവശിഷ്ടങ്ങളും അതുപോലെ തന്നെ അസ്ഥിയും കണ്ടെത്തുന്നത്. എന്നാൽ ഈ ഒരു അസ്ഥി ജൈനമ്മയുടേതാണ് എന്നുള്ള സംശയത്തിലായിരുന്നു ആദ്യം അന്വേഷണ സംഘം ഉണ്ടായിരുന്നത്. എന്നാൽ ഈ അസ്ഥിക്ക് 4 വർഷത്തോളം പഴക്കമുണ്ടായിരുന്നു. അങ്ങനെ ഇരിക്കുമ്പോഴാണ് ഇത് ആരുടെ അസ്ഥിയാണ് എന്നുള്ളൊരു സംശയം അവിടെ ഉണ്ടാവുന്നത്. പിന്നീടാണ് കാണാതായ മറ്റു സ്ത്രീകളുടെ എല്ലാം ഒരു വിവരം ലഭിക്കുന്നതും ഈ ഒരു തിരോധാനത്തിൽ, മറ്റു സ്ത്രീകളുടെ തിരോധാനത്തിൽ സെബാസ്റ്റ്യന് പങ്കുണ്ട് എന്നെല്ലാം തരത്തിലുള്ള സംശയങ്ങളെല്ലാം തന്നെ ഉണ്ടാവുന്നത്. അതിനുശേഷമാണ് ഇത്തരത്തിൽ വലിയ രീതിയിലുള്ള പരിശോധനയിലേക്ക് അന്വേഷണ സംഘം കടക്കുന്നത്. നിലവിൽ റഡാർ ഉപയോഗിച്ചുള്ള പരിശോധന നടത്തുമ്പോൾ എന്തെങ്കിലും തരത്തിലുള്ള കാര്യങ്ങൾ, അതായത് വസ്ത്രമോ അല്ലെങ്കിൽ മൃതദേഹമോ എന്തെങ്കിലും കുഴിച്ചിട്ടിട്ടുണ്ടോ എന്നുള്ള ഒരു സംശയത്തിന് പുറത്താണ് അന്വേഷണ സംഘം ഇവിടെ പരിശോധന നടത്തുന്നത്. നിലവിൽ സെബാസ്റ്റ്യൻ്റെ വീടിനടുത്ത് നിന്ന് കണ്ടെത്തിയ മൃതദേഹ അവശിഷ്ടങ്ങളെ, അതായത് അസ്ഥിയുടെ ഒരു DNA പരിശോധന നടക്കുന്നുണ്ട്. ഇതിൻ്റെ പരിശോധനാ ഫലം വന്നതിന് ശേഷമായിരിക്കും ഇതാരുടേതെന്ന് ഒരു സ്ഥിരീകരണത്തിലേക്കെല്ലാം തന്നെ എത്തുന്നത്. നിലവിൽ ഇത് ജൈനമ്മയുടേതല്ല എന്നുള്ള ഒരു ഉറപ്പ് അന്വേഷണ സംഘത്തിനുണ്ട്. കാരണം ഇതിന് ജൈനമ്മയെ കാണാതാവുന്നത് കഴിഞ്ഞ വർഷമാണ്. എന്നാൽ ഈ ഒരു അസ്ഥിക്ക് 4 വർഷത്തോളമാണ് പഴക്കമുണ്ടാവുന്നത്. അതുകൊണ്ട് തന്നെ ഇത് ആരുടേതാണ് എന്നുള്ള തരത്തിലുള്ള സംശയങ്ങളെല്ലാം തന്നെ ഉയരുന്നുണ്ട്. അതുകൊണ്ട് തന്നെ ഈ ഒരു DNA ഫലം വരുന്നത്, ഈ DNA പരിശോധനയുടെ ഫലം വളരെയധികം ഈ ഒരു അന്വേഷണത്തിന് വളരെയധികം ഉപകാരപ്പെടും, അല്ലെങ്കിൽ വളരെയധികം നിർണായകമാവുമെന്ന് തന്നെ വേണം പറയാനായി. നിലവിൽ റോസമ്മയുടെ, അതായത് സെബാസ്റ്റ്യൻ്റെ സുഹൃത്തായ റോസമ്മയുടെ വീട്ടിലും ഇത്തരത്തിൽ ഒരു പരിശോധന നടത്തുന്നുണ്ട്. മാത്രമല്ല, സെബാസ്റ്റ്യൻ്റെ വീട്ടിലെ പരിശോധനയിൽ സെബാസ്റ്റ്യൻ്റെ വീട്ടിലെ അടുപ്പിൽ നിന്ന് ഒരു വാച്ചിൻ്റെ ഭാഗം കണ്ടെത്തിയിട്ടുണ്ട്. അപ്പോൾ ഇതെല്ലാം തന്നെ ഈ ഒരു സംഭവമായി, അല്ലെങ്കിൽ തിരോധാന സംഭവമായി ബന്ധമുണ്ടോ എന്നുള്ള തരത്തിലുള്ള എല്ലാം ആ ഒരു രീതിയിൽ തന്നെയാണ് അന്വേഷണ സംഘം അന്വേഷിച്ചു പോകുന്നത്. മാത്രമല്ല, ഐഷ അതുപോലെ തന്നെ ബിന്ദു എന്നീ 2 സ്ത്രീകളുടെ തിരോധാന കേസും കൂടി ഈ ഒരു സംഭവത്തിൽ അന്വേഷിക്കുന്നുണ്ട്. ഇതിൽ ഐഷ എന്ന് പറയുന്ന സ്ത്രീയെ കാണാതാവുന്നത് 2012 ഈ ഐഷ താമസിച്ചു വന്നിരുന്നത് റോസമ്മ, അതായത് സെബാസ്റ്റ്യൻ്റെ സുഹൃത്തായ റോസമ്മയുടെ വീടിനടുത്താണ്. അതുകൊണ്ട് തന്നെ ഈ ഐഷ സെബാസ്റ്റ്യനുമായി അടുപ്പമുണ്ടോ, ഈ റോസമ്മ വഴിയാണോ ഈ സ്ത്രീകളെല്ലാം സെബാസ്റ്റ്യനുമായി ബന്ധമുണ്ടാകുന്നത് എന്നുള്ള തരത്തിലുള്ള രീതിയിൽ
രീതിയിലാണ് ഇപ്പോൾ അന്വേഷണം പുരോഗമിച്ചുകൊണ്ടിരിക്കുന്നത്. റോസമ്മയാണോ ഈ സ്ത്രീകളെല്ലാം തന്നെ സെബാസ്റ്റ്യനുമായി ബന്ധമുണ്ടാകുന്നതിനായി കാരണം, അല്ലെങ്കിൽ റോസമ്മ വഴിയാണോ ഇത്തരത്തിലൊരു ബന്ധം സെബാസ്റ്റ്യൻ ഈ സ്ത്രീകളുമായി ഉണ്ടാകുന്നത് എന്നുള്ള തരത്തിലുള്ള കാര്യങ്ങളെല്ലാം തന്നെ എന്നുള്ള അന്വേഷണങ്ങളെല്ലാം തന്നെ പുരോഗമിക്കുന്നുണ്ട്. എന്നാലും ഈ ഒരു സംഭവത്തിൽ ഐഷയുടെ ബന്ധുക്കളെല്ലാം പറയുന്നത് ഐഷയും റോസമ്മയുമായി വളരെയധികം ബന്ധമുണ്ടായിരുന്നു, നല്ലൊരു സൗഹൃദം ഉണ്ടായിരുന്നു എന്നാണ് ഐഷയുടെ ബന്ധുക്കളെല്ലാം ഉന്നയിക്കുന്നുണ്ട്. എന്നാൽ റോസമ്മ ഐഷയുമായി അത്തരത്തിൽ ഒരു ബന്ധമില്ല, കണ്ടുപരിചയം മാത്രമാണ് ഉള്ളത്, അല്ലാതെ അതിനപ്പുറത്തേക്കൊരു സൗഹൃദം ഒന്നും തന്നെ ഐഷയുമായി ഇല്ല എന്ന് തന്നെയാണ് റോസമ്മ പറയുന്നത്. എന്തെങ്കിലും ഉണ്ടെങ്കിൽ നിങ്ങൾ ഇവിടെ പരിശോധന നടക്കുകയാണ്, എന്തെങ്കിലും ഉണ്ടെങ്കിൽ ഇവിടെ നിന്ന് കണ്ടെത്താൻ കഴിയും എന്നെല്ലാം രീതിയിലാണ് റോസമ്മയുടെ പ്രതികരണം വരുന്നത്. എന്നാൽ 2012 ഐഷയെ കാണാതാവുന്നത്. എന്നാൽ 2016 ഐഷ ഇവിടെ വരുന്നത് കണ്ടു, ആ ഒരു പരിസരങ്ങളിൽ ഐഷയെ കണ്ടു എന്നുള്ള രീതിയിലെല്ലാം റോസമ്മ പറയുന്നുണ്ട്. ഐഷയും സെബാസ്റ്റ്യനെയും ഒരുമിച്ച് കാണുകയും ആ ഒരു വീട്ടുപരിസരത്ത് വന്ന് ആ പരിസരമെല്ലാം വൃത്തിയാക്കുന്നതായി കണ്ടു എന്നെല്ലാം റോസമ്മ പറയുന്നുണ്ട്. എന്നാൽ റോസമ്മയുടെ ആ മൊഴികളെ ആസ്പദമാക്കിയിട്ടാണ് അമിഷ പ്രദീപ് ഈ കേസിന്റെ മുഴുവൻ ഹിസ്റ്ററിയും വ്യക്തമാക്കാൻ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത്. അടുത്ത വാർത്താ ബുള്ളറ്റിനിൽ അമിഷ പ്രദീപിന്റെ ഈ വിശദമായിട്ടുള്ള റിപ്പോർട്ടിൽ നമ്മൾക്ക് കാണാം. അതിന്റെ ചരിത്രം സൂചിപ്പിച്ചുകൊണ്ടുള്ള കാര്യങ്ങളിലേക്ക് അമിഷ പോവുകയായിരുന്നു. എന്തായാലും ദുരൂഹ സാഹചര്യത്തിൽ 3 സ്ത്രീകളെ കാണാതായ കേസുകളിൽ ആരോപണ വിധേയനായ പള്ളിപ്പുറം ചൊങ്ങുംതറ CM സെബാസ്റ്റ്യന്റെ വീട്ടിൽ റഡാർ ഉപയോഗിച്ച് പരിശോധന ആരംഭിച്ചിരിക്കുന്നു. ഭൂമിക്കടിയിൽ എന്തെങ്കിലും കുഴിച്ചിട്ടിട്ടുണ്ടോ എന്ന് മനസ്സിലാക്കാനാണ് ഗ്രൗണ്ട് പെനസ്ട്രേറ്റിംഗ് റഡാർ ഉപയോഗിച്ച് ഈ പരിശോധന ഇപ്പോൾ നടത്തുന്നത്. തിരുവനന്തപുരത്തെ നാഷണൽ സെന്റർ ഫോർ എർത്ത് സയൻസ് സ്റ്റഡീസ് ഉദ്യോഗസ്ഥരുടെ നേതൃത്വത്തിലാണ് ഈ പരിശോധന ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത്. 2.3 മീറ്റർ ആഴത്തിലാണ് കുഴിയെടുക്കുന്നത്. 3 സ്ഥലങ്ങൾ അടയാളപ്പെടുത്തിയിട്ടുണ്ട് എന്ന് അമിഷ പ്രദീപ് റിപ്പോർട്ട് ചെയ്യുന്നു. ഇപ്പോൾ സമയം 5 മണി കഴിഞ്ഞ് 59 മിനിറ്റ് ആയിരിക്കുന്നു. നമ്മൾക്കൊരു ഇടവേളയിലേക്ക് പോകേണ്ടതുണ്ട്.